ഓ വന്ദേ ഗുരുണാം ചരണാരവിന്ദം സന്ദർശിതസ്വാത്മസുഖാംബുധീനാം ജനസ്യ യേഷ ഗുളികായമാനം സംസാരഹാലഹലമോഹശാന്തി. ശ്രീനാരായണ പരമഹംസദേവൻ്റെ പാദാരവിന്ദങ്ങളിൽ പ്രണാമം. ആചാര്യപാദങ്ങളിൽ പ്രണാമം. അഷ്ടോത്തരശതനാമാവലിയിലെ 37-38 മന്ത്രങ്ങളാണ് ഇന്ന് ചെറിയ വിശകലനത്തിനായിട്ട് എടുക്കുന്നത്. മന്ത്രം ശ്രദ്ധിക്കുക. ഭ്രാന്തിജ്ഞാനവിനാശകായ നമഃ. ലോകവർത്തിനേ നമഃ. ഇതാണ് 2 മന്ത്രങ്ങൾ. മന്ത്രം 37 ഓം ഭ്രാന്തിജ്ഞാന വിനാശകായ നമഃ എന്നാണ്. നമ്മൾ കഴിഞ്ഞ മന്ത്രം 36-ാം മന്ത്രത്തിൽ പറഞ്ഞത് ഓം യഥാർത്ഥ ജ്ഞാനദായ നമഃ. യഥാർത്ഥ ജ്ഞാനത്തെ പ്രദാനം ചെയ്യുന്ന ഗുരുവിനായിക്കൊണ്ട് നമസ്കാരം എന്നാണ്. ഈ 2 മന്ത്രങ്ങളും തമ്മിൽ അർത്ഥത്തിൽ വലിയ വ്യത്യാസമില്ല. അവിടെ 36-ൽ യഥാർത്ഥ ജ്ഞാനത്തെ ദാനം ചെയ്യുന്നവനും 37-ൽ ഭ്രാന്തിജ്ഞാന വിനാശകനുമാണ്. ഭ്രാന്തിജ്ഞാനത്തെ പൂർണ്ണമായി നശിപ്പിക്കുന്ന ഗുരുവിനായിക്കൊണ്ട് നമസ്കാരം എന്നാണ്. ഇന്നലെ 36-ാം മന്ത്രം നമ്മൾ പറഞ്ഞപ്പോൾ അവിടെ യഥാർത്ഥ ജ്ഞാനവും അയഥാർത്ഥ ജ്ഞാനവും എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. 2 തരത്തിലുള്ള ജ്ഞാനമുണ്ട്. പിന്നെ അതിനെ നിരുപാധികം സോപാധികം എന്നൊക്കെ പിരിച്ചിരിക്കുന്നതായിട്ടും പറഞ്ഞു. അപ്പോൾ ഇവിടെ പറയുന്നത് ഭ്രാന്തിജ്ഞാന വിനാശകം. ഭ്രാന്തിജ്ഞാനം എന്ന് പറഞ്ഞാൽ തെറ്റായ ജ്ഞാനം എന്നേ ഉള്ളൂ, ശരിയായ ജ്ഞാനമല്ല. അപ്പം തെറ്റായ ജ്ഞാനത്തെ നശിപ്പിക്കുന്നവനാണ് ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ. അങ്ങനെയുള്ള ഗുരുവിനായിക്കൊണ്ട് നമസ്കാരം എന്നാണ് ശ്രീമദ് ചൈതന്യ സ്വാമികൾ പറഞ്ഞു തരുന്നത്. അപ്പം യഥാർത്ഥ ജ്ഞാനം ഗ്രഹിക്കാത്ത ഒരാൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കുന്നത് തെറ്റായ ജ്ഞാനമാണ്, ഭ്രാന്തിജ്ഞാനമായിരിക്കും. അപ്പോൾ ആ ഭ്രാന്തിജ്ഞാനം കൊണ്ട് ജീവിതം മുന്നോട്ട് പോയെന്നാൽ തീർച്ചയായിട്ടും അവൻ്റെ ജീവിതത്തിൽ അവന് ജീവിത ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ സാധിക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. അതായത് ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് മോക്ഷപ്രാപ്തി തന്നെ. അപ്പോൾ അതിലേക്ക് ഒരുവനെ നയിക്കുന്നില്ല ഭ്രാന്തിജ്ഞാനം കൊണ്ട് അവൻ്റെ ജീവിതം നയിക്കുകയാണെങ്കിൽ. അപ്പം ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളെ പോലുള്ള ഗുരുക്കന്മാരുടെ ഏറ്റവും വലിയൊരു കർത്തവ്യം എന്ന് പറയുന്നത് യഥാർത്ഥമായ ജ്ഞാനം പകർന്നു കൊടുക്കുക, അല്ലെങ്കിൽ തെറ്റായ ജ്ഞാനത്തെ ഇല്ലാതാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്കറിയാം, ഭഗവാൻ ചെയ്തിരിക്കുന്ന ഓരോ പ്രവൃത്തികളും, ഭഗവാൻ മൊഴിഞ്ഞു തന്നിരിക്കുന്ന ഓരോ വാക്കുകളും തിരുവാക്കുകളും, ഭഗവാന്റെ ഓരോ കൃതികളും എല്ലാം നമ്മളെയൊക്കെ യഥാർത്ഥ ജ്ഞാനത്തിലേക്ക് നയിക്കുന്നവ തന്നെയാണെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതായത് ഭ്രാന്തിജ്ഞാനം ഇല്ലാതാക്കി തരുന്നതാണ് ഇവയോരോന്നും. നമ്മളതൊക്കെ അറിയണം. ഗുരുവിനെ പഠിച്ചാൽ മാത്രമേ ഇതൊക്കെ മനസ്സിലാകുകയുള്ളൂ. അല്ലാതെ വെറുതെ ഇരുന്ന് ഗുരു ദൈവമാണെന്ന് പറഞ്ഞ് പോയിട്ട് കാര്യമൊന്നുമില്ല. അപ്പം അത് ഗുരു ദൈവം തന്നെയാണോ എന്ന് നമ്മുടെ ബുദ്ധി കൊണ്ടും കൂടെ നമ്മളൊന്ന് ചിന്തിച്ചും കാര്യങ്ങൾ മനസ്സിലാക്കിയും ഒക്കെ പോയാൽ മാത്രമേ അതുകൊണ്ട് പ്രയോജനമുള്ളൂ. ഒരാൾ ഗുരു ദൈവമാണല്ലോ ഈശ്വരനാണെന്ന് പറഞ്ഞ് നമ്മളും അതിനെ പിന്താങ്ങി പോയിട്ടൊരു പ്രയോജനമൊന്നുമില്ല. നമുക്കത് നമ്മുടെ ബുദ്ധിയിൽ നമുക്ക് മനസ്സിലാകണം. നമ്മുടെ വിവേക ബുദ്ധി നമുക്ക് ഉണ്ടായിട്ട് നമ്മളതിനെയെല്ലാം വിവേചിച്ചറിയുമ്പോഴാണ് നമ്മൾക്കും ഗുരുവിനെ മനസ്സിലാകുന്നത്. അപ്പോൾ അങ്ങനെ ഗുരുവിനെ മനസ്സിലാക്കി പോകുമ്പോൾ നമ്മൾക്കറിയാം യഥാർത്ഥ ജ്ഞാനം എന്താണ്, അയഥാർത്ഥ ജ്ഞാനം എന്താണ്, അല്ലെങ്കിൽ ഭ്രാന്തിജ്ഞാനം എന്താണ് എന്ന് നമ്മൾക്ക് മനസ്സിലാകും. അപ്പോൾ അതിന് ഉദാഹരണമൊക്കെ പറഞ്ഞിരുന്നു. നമ്മൾ ഒരു
ഇരുണ്ട വെളിച്ചത്തിൽ ഒരു കയറ് കഷ്ണത്തെ കണ്ടിട്ട് അത് സർപ്പമാണെന്ന് ധരിച്ച് നമ്മൾ ഭയപ്പെടുന്ന അവസ്ഥകളൊക്കെ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അത്തരം അതെന്തുകൊണ്ടാണ്? അതവിടെ ഇരുളായിരുന്നുകൊണ്ട്, വെളിച്ചമില്ലാതിരുന്നുകൊണ്ട് സംഭവിച്ചതാണ്. അപ്പോൾ അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും നമ്മൾക്ക് സംഭവിക്കുന്നത്. ജീവിതത്തിലും വെളിച്ചമില്ലാത്തതിനാൽ, പ്രകാശമില്ലാത്തതിനാൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ആവശ്യത്തിനുള്ള ജ്ഞാനമില്ലാത്തതിനാൽ. അപ്പം ജ്ഞാനം എവിടെ വരുന്നുവോ, അല്ലെങ്കിൽ ജ്ഞാനം ആര് സമ്പാദിക്കുന്നുവോ അവിടെ യഥാർത്ഥ ജ്ഞാനം തന്നെയാണ് അവിടെ ഉള്ളത്. ജ്ഞാനം ഇല്ലാത്തപ്പോൾ, അതായത് ഒരു അജ്ഞാനിയായിരിക്കുമ്പോൾ എന്താണ്? അവൻ ഭ്രാന്തിജ്ഞാനത്തിലാണ്. അപ്പോൾ അങ്ങനെയുള്ള ഭ്രാന്തിജ്ഞാനത്തിൽ, അതായത് നമ്മളൊക്കെ സാധാരണ ആളുകളാണ്. ഗുരുവിന് നന്നായിട്ട് അറിയാമായിരുന്നത് കൊണ്ട് തന്നെയാണ് ഗുരു ലോകരുടെ, അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള ആളുകളുടെ ഭ്രാന്തിജ്ഞാനത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ചത് എന്ന് നമ്മൾക്ക് നന്നായിട്ട് നമ്മൾ അറിയണമത്. അപ്പോൾ അങ്ങനെ ഭ്രാന്തിജ്ഞാനത്തെ ഇല്ലാതാക്കുന്ന ഗുരു എന്ന് പറയുമ്പോൾ സത്യത്തിൽ നമ്മൾ ഗുരുവിനെ അറിഞ്ഞ് നമ്മൾ ഗുരു സവിധത്തിലെത്തി ഗുരു പകർന്നു തരുന്ന ആ അറിവ് സമ്പാദിക്കുവാൻ നമ്മൾക്ക് സാധിക്കണം. അതും കൂടെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം അങ്ങനെയൊക്കെ ഗുരുസവിധത്തിലെത്തിയ ഗുരുവിൻ്റെ ശിഷ്യന്മാരൊക്കെ നല്ല അറിവുള്ളവർ തന്നെയായി മാറുകയാണ്. അവരൊക്കെ യഥാർത്ഥ ജ്ഞാനം എന്തെന്ന് മനസ്സിലാക്കിയവരാണ്. അപ്പോൾ യഥാർത്ഥ ജ്ഞാനം എന്ന് നമ്മൾ പറയുമ്പോൾ നമുക്ക് വീണ്ടും പറയാവുന്ന എന്താണ്? ഇവിടെ പ്രപഞ്ചസത്യം എന്താണ്? അപ്പോൾ ആ പ്രപഞ്ചസത്യത്തെ അറിയുക, അതാണ്. അല്ലെങ്കിൽ ആത്മസത്യത്തെ അറിയുക, നിന്നെ തന്നെ അറിയുക, സ്വന്തമായിട്ട് അറിയുക. അപ്പോൾ ആത്മജ്ഞാനം എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മളെക്കുറിച്ചുള്ള ആ ജ്ഞാനമാണ്. അപ്പം നമ്മൾ ആരാണെന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്കൊന്നും അറിയുവാനില്ല. അപ്പോൾ പ്രകാശസ്വരൂപിയാണ് നമ്മളും, ഈശ്വരസ്വരൂപിയാണ് നമ്മളും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഗുരു നമ്മൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പം അങ്ങനെയുള്ള അതായത് നമ്മൾ ഈശ്വരസ്വരൂപിയാണെന്ന് നമ്മൾ അറിഞ്ഞുകൊണ്ടല്ല ജീവിക്കുന്നത്. നമ്മൾക്കറിയില്ലത്, അല്ലേ? നമ്മളിങ്ങനെ ദേഹബുദ്ധിയിൽ ശരീരബോധത്തോടു കൂടി ജീവിച്ചു പോവുകയാണ്. അപ്പം നമ്മളൊരിക്കലും പ്രകാശസ്വരൂപിയാണ്, അല്ലെങ്കിൽ ഈശ്വര ചൈതന്യം നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്നു എന്നുള്ളത് നമുക്കങ്ങ് ഉറച്ചു വരുന്നില്ല. അപ്പം അത് തന്നെ ധരിക്കുകയാണെങ്കിൽ യഥാർത്ഥജ്ഞാനം അതാണ്. നമ്മളും ഈശ്വരസ്വരൂപിയാണ്, അതായത് പ്രകാശസ്വരൂപികളാണ് നമ്മളും എന്നുള്ള ആ തത്വം ഗ്രഹിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഭ്രാന്തിജ്ഞാനം ഒന്നുമില്ല. അപ്പം ആ ഒരു തത്വം നമ്മൾക്കെപ്പോഴും ഓതി തന്നുകൊണ്ടിരുന്ന ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളാണ് ശ്രീമദ് ചൈതന്യസ്വാമികൾ ഇവിടെ നമ്മൾക്ക് വിവരിച്ച് തരുന്നത്. അപ്പം അങ്ങനെയുള്ള ആ ഗുരുവിനായിക്കൊണ്ട് നമസ്കാരം എന്നാണ് പറയുന്നത്. 38ാം മന്ത്രം പറയുന്നത് ഓം ലോകവർത്തിനേ നമഃ എന്നാണ്. ലോകവർത്തിനേ നമഃ. അതായത് ഈശ്വരസ്വരൂപനാണ് ഗുരു എങ്കിലും, നമ്മൾക്കറിയാം ഗുരു ഈശ്വരസ്വരൂപനാണെങ്കിലും ലോകഗതിക്കനുസരിച്ച് പ്രവർത്തിച്ച ഗുരുവിന് നമസ്കാരം. അപ്പം ലോകഗതി എന്താണോ ലോകത്തിന് ഉത്തമമായിട്ട് വേണ്ടത് അതനുസരിച്ച് കർമ്മം ചെയ്ത ഗുരുവിനായിക്കൊണ്ട് നമസ്കാരം എന്നാണ്. അപ്പം നമ്മളിവിടെ ജീവിച്ചു പോകുമ്പോൾ നമ്മൾക്കൊക്കെ കർമ്മബന്ധങ്ങളുണ്ട്, അല്ലേ? അതറിയാം നമ്മൾക്ക്. സഞ്ചിതം, പ്രാരബ്ധം, ആഗാമി, ഇങ്ങനെയുള്ള കർമ്മബന്ധങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതനുസരിച്ചുള്ള ജീവിതമാണ് നമ്മൾ നയിക്കുന്നതെന്നൊക്കെയാണ് വേദാന്തത്തിൽ പറയുന്നത്. അപ്പോൾ ഇവിടെ ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം ഗുരു ലോകവർത്തിനെ നമ എന്ന് പറയുമ്പോൾ എന്താണ്? ഗുരു അതനുസരിച്ച് ജീവിച്ച മഹാത്മാവാണ്. അതായത് ലോകത്തിൻ്റെ ഹിതത്തിന് വേണ്ടിയിട്ട് ലോകസംഗ്രഹ പ്രവർത്തനങ്ങൾ ആണ് ഗുരു പ്രധാനമായിട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയിട്ട്, മാനവ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഗുരു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അങ്ങനെയുള്ള ഗുരുവിനായിക്കൊണ്ട് നമസ്കാരം എന്നാണ്. അപ്പം ഗുരുവിനെ ഗുരു ഈശ്വര സ്വരൂപിയാണെന്ന് നമ്മളെല്ലാവരും തന്നെ പറയുന്നുണ്ട്, നമ്മൾക്കറിയുകയും ചെയ്യും. അപ്പോൾ അത് ഉറയ്ക്കാത്ത ഒരുപാട് പേരുണ്ട്. അപ്പം ഗുരുവ് മഹാസന്യാസിയായിരുന്നു, അല്ലെ ശ്രേഷ്ഠനായ ഒരു സന്യാസിയായിരുന്നു. ഇതുമൊക്കെ അറിയാമെങ്കിലും ആ സന്യാസി ശൃംഖലയിലെ ഒരു 4 തലത്തിൽ കൂടിയാണ്
അവർ കടന്നു പോകുന്നത്. അപ്പോൾ അത് ബ്രഹ്മവിത്ത്, ബ്രഹ്മവിദ്വരൻ, ബ്രഹ്മവിദ്വരിയാൻ, ബ്രഹ്മവിദ്വരിഷ്ടൻ, ഇങ്ങനെയുള്ള 4 തലങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഗുരു ബ്രഹ്മവിത്തായിരുന്നു, നമ്മൾക്കറിയാം അല്ലേ. എന്ന് പറഞ്ഞാൽ ഈശ്വര സാക്ഷാത്കാരം ലഭിച്ചതിന് ശേഷം ലോകസംഗ്രഹ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനായിട്ട് സമൂഹത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്ന ഒരു സന്യാസി വര്യനാണ് ബ്രഹ്മവിത്ത്. ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ ബ്രഹ്മവിത്ത് തന്നെയായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾക്ക് കാണാവുന്ന ഗുരു സശരീരനായിരുന്നുകൊണ്ട് ഇവിടെ ലോകത്തിൽ വർത്തിച്ചേ സാധിക്കുകയുള്ളൂ. ശരീരാന്ത്യം വരെ ഇവിടെ ജീവിച്ചേ പറ്റുള്ളൂ. അപ്പം അങ്ങനെ ജീവിച്ച ഗുരുവാണ്. പക്ഷേ ആ ജീവിതം നമ്മളാരും നയിക്കുന്ന പോലുള്ളൊരു ജീവിതമല്ല ഗുരു നയിച്ചത്. അവിടെയാണ് നമ്മൾ വ്യത്യാസം മനസ്സിലാക്കേണ്ടത്. ഗുരു ഇതിലെ നടന്നതാണ്, ഗുരു ഇതിലെ പ്രവർത്തിച്ചാണ്, ഗുരു ഇതിലെ സംസാരിച്ചുകൊണ്ട് നടന്നാണ്, ഇങ്ങനെയല്ല ഗുരുവിനെ നമ്മൾ കാണേണ്ടത്. അപ്പം നമ്മളും ഗുരുവുമായിട്ട് എത്രയോ വ്യത്യാസം, എന്തൊരന്തരമാണ്, നമ്മൾക്ക് ഉപമിക്കാൻ സാധിക്കുകയില്ലാത്ത തരത്തിലുള്ള അന്തരം. അപ്പം അങ്ങനെയുള്ള ഗുരു എന്താണ് പിന്നെ ചെയ്തത് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കി പോകണം. അപ്പം ഗുരു ഇവിടെ സാമൂഹ്യ പരിഷ്കർത്താവെന്നൊക്കെ ഗുരുവിനെ വിശേഷിപ്പിക്കുന്നുണ്ട് പലരും. അപ്പോൾ ആ സാമൂഹ്യ പരിഷ്കർത്താവ് എന്നുള്ളത് ഗുരു ഈ സമൂഹത്തിൽ വരുത്തിയ പരിഷ്കരണം എന്താണ്? അത് മനുഷ്യനായിട്ട് ജീവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിഷ്കരണങ്ങളെല്ലാമാണ് ഗുരു ഇവിടെ ചെയ്തത്. അതായത് മനുഷ്യന് സ്വാതന്ത്ര്യമില്ലാതിരുന്ന ആ കാലത്ത് അവനൊരു മനുഷ്യനായിട്ട് തന്നെ ജീവിക്കണമെന്നുള്ള ഉറച്ച തീരുമാനമെടുത്ത് അവനെ അങ്ങനെയാക്കി മാറ്റിയെടുക്കുവാൻ വേണ്ടിയിട്ട് പ്രവർത്തിച്ച ഗുരുവാണ്. അപ്പോൾ സാമൂഹിക തലത്തിൽ ഗുരു അത്രമാത്രം, അത് സാമൂഹ്യ നീതിയും സാമൂഹിക ധർമ്മവും മറ്റ് സാമൂഹിക അന്ന് നടന്നിരുന്ന അന്ന് പലതരത്തിലുള്ള അനാചാരങ്ങളൊക്കെ നടന്നിരുന്നു. അപ്പോൾ അതെല്ലാം നോക്കിക്കണ്ട് മനസ്സിലാക്കിയ ഗുരു സാമൂഹ്യ മര്യാദയുമൊക്കെ അനുസരിച്ച് ജീവിക്കുന്നതിന് വേണ്ടിയിട്ട് ആണിവിടെ കർമ്മങ്ങൾ ചെയ്തു പോരുന്നത്. അപ്പം അങ്ങനെയുള്ള ഗുരു, ആ ഗുരുവിനെ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾക്ക് ആത്മോപദേശ ശതകമൊക്കെ പഠിച്ചു പോകുമ്പോൾ നമ്മൾക്ക് കാണാൻ സാധിക്കും. എന്താണ് മറ്റുള്ളവരുടെ പ്രിയം, അതായിരിക്കണം നമ്മുടെ പ്രിയം എന്നുകൂടി ഗുരു നന്നായിട്ട് പറഞ്ഞു തന്നിട്ട് അതൊരു നയമാക്കി മാറ്റണം എന്നൊക്കെയുള്ള ഉപദേശങ്ങൾ ഗുരു നമ്മൾക്ക് പറഞ്ഞു തന്നു. അപ്പോൾ ആ ഉപദേശങ്ങൾ അനുസരിച്ച് എന്തുകൊണ്ടാണ് നമ്മളും അതൊക്കെ സ്വീകരിച്ച് നമ്മുടെ ജീവിതത്തിലും മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഒരു നന്മ ചെയ്യാനുള്ളൊരു മനസ്സോടു കൂടിയായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് നമ്മൾക്കും കൂടി മനസ്സിലാക്കി എടുക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ഒക്കെ നമ്മളും ചെയ്യണം. അപ്പോൾ ഇവിടെ സമൂഹത്തിൽ നമ്മൾ, അതായത് ഈ സമൂഹത്തിൽ നമ്മളും ജീവിച്ചു പോകുമ്പോൾ നമ്മൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു കടപ്പാടുണ്ട്. അതനുസരിച്ചായിരിക്കണം നമ്മുടെ കർമ്മങ്ങൾ നമ്മൾ ചെയ്യേണ്ടത്. അപ്പം അത് തന്നെയാണ് ഗുരു നമ്മൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ പറഞ്ഞു തന്ന അപരനു വേണ്ടി അഹർനിശം പ്രയത്നം കൃപണത വിട്ടു കൃപാല് ചെയ്തിടുന്നു എന്നൊക്കെ ഗുരു നമ്മൾക്ക് പറഞ്ഞു തന്നു അല്ലേ. അപ്പം അങ്ങനെയുള്ളൊരു ജീവിതം, ആ ഒരു പിന്നെ അവിടെ ആത്മോപദേശ ശതകത്തിൽ ഒരുപാട് നമ്മൾക്ക് കോട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഗുരു പറഞ്ഞില്ലേ അപരനു വേണ്ടി, അതല്ലാതെ ഒരുവന് നല്ലത് മന്യനല്ലലും ചേർപ്പൊരു പൊരുൾ ആത്മവിരോധി ഓർത്തിടയം എന്ന് പറയുന്നുണ്ട്. 25-ാം ശ്ലോകമാണെന്ന് തോന്നുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മുടെ കർമ്മങ്ങൾ നമ്മൾ എങ്ങനെയായിരിക്കും, എങ്ങനെ ചെയ്യണം എന്നുള്ളൊരു നല്ല പാഠം നമ്മൾ ഗുരുവിൻ്റെ ചരിതം പഠിക്കുമ്പോൾ, പരിപാവനമായ ചരിതത്തിൽ കൂടി നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ഗുരുവാണ് ഇവിടെ വർത്തിച്ചത്. ഈ ലോകത്തിൽ വർത്തിച്ച ഗുരു എങ്ങനെയാണ് ഇവിടെ വർത്തിച്ചത് എന്നാണ് നമ്മൾ അറിയേണ്ടത്. അപ്പോൾ ഇങ്ങനെ മനുഷ്യ നന്മയ്ക്ക് അല്ലെങ്കിൽ മാനവ നന്മയ്ക്ക് വേണ്ടി മാത്രം കർമ്മങ്ങൾ ചെയ്ത ആ മഹാഗുരുവാണ് ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ. അങ്ങനെയുള്ള മഹാഗുരുവിനെ നമ്മൾക്ക് ഗുരുവിൻ്റെ പാതാരവിന്ദങ്ങളിൽ അർപ്പിച്ചുകൊണ്ടുള്ള ഗുരുവിൻ്റെ സവിധത്തിൽ അണയുന്നതിനുള്ള ഒരു ജിജ്ഞാസ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. കാരണം നമ്മൾ പഠിക്കുന്നത് നമ്മുടെ ജീവിതത്തെ ഒന്ന് മാറ്റിമറിക്കുന്നതിന് വേണ്ടിയിട്ടാണല്ലോ അല്ലേ. അല്ലെങ്കിൽ ഉണ്ടും ഉറങ്ങിയും അങ്ങ് ജീവിച്ചു പോയാൽ മതി. ആത്മോപദേശ ശതകത്തിൽ വീണ്ടും ആ ശ്ലോകം പറയുന്നുണ്ട്, 6-ാം ശ്ലോകത്തിൽ.
അപ്പോൾ അങ്ങനെ ഒരു ജീവിതം നയിച്ചുകൊണ്ട് നമുക്കൊരു പ്രയോജനവുമില്ല എന്ന് ഗുരു പറഞ്ഞു തരുന്നുണ്ട്. അപ്പം നമ്മുടെ ജീവിത ലക്ഷ്യത്തിലെത്താൻ മോക്ഷപ്രാപ്തി തന്നെയാണ്. ആ മോക്ഷപ്രാപ്തിക്ക് ഉതകുന്ന രീതിയിലുള്ള കർമ്മങ്ങളായിരിക്കണം പിന്നെ നമ്മൾ അനുഷ്ഠിക്കേണ്ടത്. അതിനു വേണ്ടിയിട്ടാണ് ഗുരു ഇതെല്ലാം നമ്മൾക്കും പറഞ്ഞു തരുന്നത്. അപ്പം മോക്ഷപ്രാപ്തിയിലെത്താത്ത ഒരു ജീവൻ, ആ ജീവൻ ഒരിക്കലും പൂർണ്ണമാകുന്നില്ല അല്ലേ? അപ്പോൾ അങ്ങനെ ആ ഒരു ഉദ്ദേശത്തോടുകൂടി, ലക്ഷ്യത്തോടു കൂടിയായിരിക്കണം നമ്മളും ജീവിതം നയിക്കേണ്ടത്. അപ്പോൾ അതൊക്കെ നമ്മൾ അറിഞ്ഞു വരുമ്പോഴേക്ക് നമ്മളൊത്തിരി ലേറ്റാവുന്നു അല്ലേ? എൻ്റെ ജീവിതം ഇത്ര ആയല്ലോ, ഇനി ഞാൻ എങ്ങനെയാണ് ഇങ്ങോട്ടൊക്കെ എത്തുന്നത് എന്നുള്ളൊരു ചില ആശങ്കകളും ഒക്കെ പലർക്കുമുണ്ട്. അപ്പോൾ ആശങ്കകൾക്കൊന്നും വഴിയിടാതെ നമ്മൾക്ക് എപ്പോഴാണോ ഈശ്വര സവിധത്തിൽ അണയുന്നതിന് സാധിക്കുന്നത്, അല്ലെങ്കിൽ എപ്പോഴാണോ ഈശ്വര തത്വം പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ നമ്മൾക്ക് സാധിക്കുന്നത്, അപ്പോൾ അതിനൊന്നും സമയം ഒരിക്കലും വൈകുന്നില്ല. എപ്പോൾ വേണമെങ്കിലും നമ്മൾക്കതൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പം അതുകൊണ്ട് മഹാഗുരു നമ്മൾക്ക് ഓതി തന്നിരിക്കുന്ന ഓരോ തിരുവാക്കുകളും, മഹാഗുരു നമ്മൾക്ക് കാണിച്ചു തന്നിരിക്കുന്ന ഓരോ പരിപാവനമായ കർമ്മങ്ങളും അവയൊക്കെ പിന്തുടർന്നുകൊണ്ട് മഹാഗുരുവിൻ്റെ സവിധത്തിലണഞ്ഞ് ആ പാദാരവിന്ദങ്ങളിൽ നമ്മുടെ ശിരസ്സർപ്പിച്ചുകൊണ്ട് ജീവിതം നയിക്കുവാനാണ് നമ്മളെപ്പോഴും നോക്കേണ്ടത്. ഗുരുപദേശം ഒരിക്കലും നമ്മെ തെറ്റായ വഴിയെ കൊണ്ടുപോകില്ല എന്നുള്ളത് ഉറപ്പാണല്ലോ. അത് യാതൊരു സംശയമില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ലോകത്തിൽ വർത്തിക്കുമ്പോൾ തന്നെ മഹാഗുരു എന്താണോ നമ്മൾക്ക് പറഞ്ഞു തന്നത് അത് പഠിച്ചും അതനുസരിച്ച് പ്രവർത്തിച്ചും ഒക്കെ ഒരു ജീവിതം നയിക്കുവാനായിട്ട് നമ്മൾക്കും സാധിക്കണം. അതിനെല്ലാവർക്കും മഹാഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. അപ്പോൾ ഈ ലോകത്തിൽ സശരീരനായിരുന്നുകൊണ്ട് മാനവ നന്മയ്ക്ക് വേണ്ടി മാത്രം പ്രവൃത്തികൾ ചെയ്ത മഹാഗുരുവിൻ്റെ പാദാരവിന്ദങ്ങളിൽ എൻ്റെ ഈ എളിയ വാക്കുകൾ ഞാൻ സമർപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്തേ.